ഇന്ന് നിന്റെ മുന്നിലുള്ള തളികയിൽ എന്തൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് വന്നിട്ടുള്ളത്? പലപ്പോഴും കുഞ്ഞുങ്ങൾ കറികൾ കഴിക്കുമ്പോൾ ആ കറിയിലെ കഷണങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു മോനോട് ചോദിച്ചു, അവിയൽ കഴിക്കുവോ? അവിയൽ ഞാൻ കഴിക്കില്ല. അവിയലിനകത്ത് എന്തൊക്കെയാ കഷ്ണങ്ങളെന്നറിയുവോ? എനിക്കത് അറിയേണ്ട കാര്യമില്ല, ഞാൻ അവിയൽ കഴിക്കത്തില്ലല്ലോ. തീർന്നില്ലേ എല്ലാം? ഇവിടെ ഒരു കറി കഴിക്കുമോ കഴിക്കുകയില്ലയോ എന്നുള്ളതല്ല കുട്ടി ആഹാരത്തോട് പറയുന്ന ആ വാക്ക് നിഷേധത്തിൻ്റെ രൂപത്തിലാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങളിലേക്ക് സമൃദ്ധിയും സമ്പത്തും വരുമോ? നിഷേധിക്കുന്നതൊന്നും നമ്മുടെ അരികിലേക്ക് വരില്ല. ഓർമ്മിക്കുക, ഈ അരി എവിടെ നിന്ന് വന്നതായിരിക്കും? ഈ പച്ചക്കറി വളരാൻ എന്തൊക്കെ വേണം? മഴയില്ലെങ്കിൽ ഇതെന്താവും? കർഷകനില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടുമോ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, ചിന്തിക്കാനും തുടങ്ങും. കുട്ടിക്ക് മനസ്സിലാവും ഭക്ഷണം ഒരു പ്രോഡക്റ്റ് അല്ല. ഇന്ന് പാക്കറ്റുകളിൽ ബേക്കറികളിലെ പ്രോഡക്റ്റുകൾ കണ്ട് കുട്ടികൾ അതിൽ മതിമയങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഭക്ഷണമെന്നത് പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇതാണ് റിയൽ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ. പരിസ്ഥിതി ദിനത്തിൽ ഒരു കുട്ടിയെക്കൊണ്ട് ഒരു മരത്തൈ നടാൻ കൂട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ വലുതാണ് മുന്നിലിരിക്കുന്ന ആഹാരം എന്താണെന്ന് തിരിച്ചറിയാൻ പരിശീലിപ്പിക്കുക. ദിവസവും അവൻ കഴിക്കുന്ന ആഹാരത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. ഒരു മുൻവിധി ഉണ്ടാവും, അവൻ ഇന്നത് കഴിക്കുകയില്ല. പലപ്പോഴും അമ്മമാർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവനത് കഴിക്കത്തില്ല. ഞാൻ എത്ര നിർബന്ധിച്ചാലും കഴിക്കുകയില്ല. കാരണം എന്താ? ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരറിവുമില്ല. കുട്ടി മൊബൈലിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കുട്ടി ആഹാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. കഴിച്ചുകൊണ്ടേയിരിക്കും. ആഹാരം കൈ എത്തുന്നിടത്ത് നിന്നും എടുത്ത് കുട്ടി കഴിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കഴിക്കാതെ ഇരിക്കും. പക്ഷേ എൻ്റെ ശരീരം എന്താണെന്നും എൻ്റെ ശരീരത്തിൽ ഏത് ഭാഗത്തോട്ടാണ് ഈ ആഹാരം പോകുന്നതെന്നും കുട്ടി ശ്രദ്ധിക്കുന്നതേയില്ല. നമ്മൾ ഒരു മരം നട്ട് അത് ആഘോഷപൂർവ്വം പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചിട്ട് പോസ്റ്ററൊക്കെ വരച്ച് വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുമെന്ന് തിരിച്ചറിയണം. അവിടെയാണ് കോൺഷ്യസ് പേരൻറ്റിങ് അവെയർനെസ് പ്രവർത്തിക്കേണ്ടത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കുറയുന്നത് പ്രകൃതിയുമായുള്ള ബന്ധമാണ്. കുട്ടികൾക്ക് മണ്ണിൽ തൊടാൻ സമയം കുറവ്. മണ്ണിൽ തൊടാൻ അറപ്പുമുണ്ട് പലർക്കും. മഴ കാണാൻ സമയം കുറവ്, സൂര്യപ്രകാശത്തിൽ കളിക്കാൻ സമയം കുറവ്, മരത്തണലിൽ ഇരിക്കാൻ സമയമില്ല, പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ സമയം കുറവ്. പക്ഷേ സ്ക്രീൻ കാണാൻ ധാരാളം സമയമുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടിയുടെ ശ്രദ്ധ പ്രകൃതിയിൽ നിന്നും സ്ക്രീനിലേക്കാണ് മാറുന്നത്. ശരീരത്തിൻ്റെ റിതം പ്രകൃതിയിൽ നിന്ന് മാറുന്നു എന്ന് സാരം. മനസ്സ് നിശബ്ദത നഷ്ടപ്പെട്ട് എന്തിനൊക്കെയോ വേണ്ടി തേടിക്കൊണ്ടിരിക്കും. ഭക്ഷണം പോലും എൻ്റർടൈൻമെൻ്റ് ഇല്ലാതെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടി മാറുന്നു. കുട്ടികൾ മാത്രമല്ല, ചില മുതിർന്നവരും. ഇത് കുട്ടിയുടെ തെറ്റല്ല. ഇത് നമ്മൾ വീട്ടിൽ സൃഷ്ടിച്ചു വെച്ച എൻവയോൺമെൻ്റ് ആണ്. നാം പുറത്തുള്ള എൻവയോൺമെൻറ്റ് മാത്രം ചിന്തിക്കരുത്, വീട്ടിലെ ഇമോഷണൽ എൻവയോൺമെൻറ്റ് കൂടി ചിന്തിക്കണം. കുട്ടി വളരുന്ന വീട്ടിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? അവിടെ ശാന്തതയുണ്ടോ? നന്ദിയുണ്ടോ? ശ്രദ്ധയുണ്ടോ? പ്രകൃതിയോടുള്ള ബഹുമാനമുണ്ടോ? അവിടെ ഭക്ഷണ സമയത്ത് സ്നേഹമുള്ള സംഭാഷണമുണ്ടോ? വീട്ടിലെ ഇമോഷണൽ എൻവയോൺമെൻറ്റ് ശരിയായാൽ കുട്ടിയുടെ ഉള്ളിലെ എൻവയോൺമെൻറ്റും ശരിയാകും. അതോടെ കുട്ടി സമാധാനമായിട്ടിരുന്ന് പഠിച്ചോളും. വീട്ടിൽ മൊബൈലില്ലാതെ കഴിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ഭക്ഷണത്തിന് മുൻപ് 10 സെക്കൻഡ് ഒന്ന് നിശബ്ദമായി ഇരിക്കുക. മനസ്സിൽ പറയുക, ഈ ആഹാരത്തിന് നന്ദി, മണ്ണിന് നന്ദി, മഴയ്ക്ക് നന്ദി, സൂര്യന് നന്ദി, കർഷകന് നന്ദി, പ്രകൃതിക്ക് നന്ദി. പിന്നീട് കുട്ടിയെ അമ്മ നിർബന്ധിക്കേണ്ടി വരില്ല. ആദ്യം അമ്മ ചെയ്യുക, അച്ഛൻ ചെയ്യുക, കുട്ടി കാണട്ടെ. ഇത് വീട്ടിലെ ശീലമാക്കിയാൽ മാത്രം മതി. നമുക്ക് പറയാം, ലൈഫ് ഈസ് ഈസി, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.